നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ അല്ലേ, ഒരൊറ്റ ലൈഫ്. അതായത് നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തൊട്ടിയിലേക്ക് വരുന്നത്, തൊട്ടിയിൽ തൊട്ട് പെട്ടി വരെ, തൊട്ടിയിൽ നിന്ന് പെട്ടി വരെ ഉള്ളതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ചെറിയ ലൈഫ്. ഈ ലൈഫിൽ നമ്മളായിരിക്കണം നമ്മളുടെ രാജാവായിട്ട് തന്നെ പറയുന്നു. ആ ചെറിയ ലൈഫിൽ വേറെ ആരെയും ആശ്രയിക്കാതെ, വേറെ ആരുടെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ രാജാവായിട്ട്, കിരീടവും ചെങ്കോലും വഹിക്കുന്ന രാജാവായിട്ട് തന്നെ നമ്മൾ വാഴണം. എല്ലാവർക്കും ഓരോ ലോകമുണ്ട്. ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ലോകം, അവരുടേതായിട്ടുള്ള എല്ലാവർക്കും സെപ്പറേറ്റ് ലോകം. എൻ്റെ ലോകമല്ല എൻ്റെ മോളുടേത് അല്ലേ, എൻ്റെ മോളുടെ ലോകമല്ല അവളുടെ ഹസ്ബൻഡ്. അപ്പം എല്ലാവർക്കും പേഴ്സണലി ഓരോ ലോകം, ഓരോ രാജ്യം ഉണ്ട്. ആ രാജ്യത്തെ രാജാവ് അവരവർ തന്നെയാകണം. കാരണം അതിലേക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എല്ലാവരുടെയും അഡ്വൈസ് നമുക്ക് ചോദിച്ചു വാങ്ങാം, അഡ്വൈസ്, ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കാം. പക്ഷേ നടപ്പിലാക്കുന്നത് നമ്മൾ സ്വയം ആലോചിക്കണം. നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർന്ന തീരുമാനമാണോ അത്, നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് അത് നമുക്ക് സ്യൂട്ടബിൾ ആണോ, നമ്മുടെ മനസ്സുമായിട്ട് ഉരസാതെ ചേർന്ന് പോകുന്ന തീരുമാനമാണോ അത് എന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് അത് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത വിജയം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കണമെന്നില്ല, സ്വീകരിക്കാം, 40 പേരുടെയും സ്വീകരിക്കാം, അല്ലെങ്കിൽ 100 പേരുടെയും സ്വീകരിക്കാം. പക്ഷേ നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. നമുക്ക് സ്പെഷ്യൽ സ്പേസ്, ഒരു പ്രൈവറ്റ് സ്പേസ് എല്ലാവർക്കും വേണം. ആ ഒരു സ്പേസിലേക്ക് ആരെയും കടന്നു കയറാൻ അനുവദിക്കരുത്. ഈവൻ ഫ്രണ്ട്സ് ആയാലും, ഹസ്ബൻഡ് ആയാലും, വൈഫായാലും, പിള്ളേരായാലും എല്ലാവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ്, നമ്മുടേതായ ചിന്താഗതികൾ ചിന്തിക്കാനുള്ള ഒരു സമയം, ഒരവസരം, ഓരോ ദിവസവും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്, നമ്മളുടെ മാനസിക വ്യാപാരത്തെക്കുറിച്ച്, നമ്മളുടെ നെഗറ്റീവുകളെ കളയുന്നതിനും നമ്മുടെ പോസിറ്റീവിനെ ആർജിക്കാനുമായിട്ട് നമുക്കൊരു സ്പേസ് തീർച്ചയായിട്ടും വേണം. അത് രാവിലെയാകാം, വൈകിട്ടാകാം, കിടക്കുന്നതിന് മുമ്പായിട്ടാവാം. നമ്മുടേതായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാനായിട്ട് ഒരു സമയം. അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഇന്നവർ വന്നിട്ട് മതി, അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ട് മതി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി വന്നിട്ട് പോകാം, അങ്ങനെയല്ല. ആരില്ലെങ്കിലും നമുക്ക് സ്വയം മുന്നോട്ട് പോകാനുള്ള ഒരു കച്ചിത്തുരുമ്പ്, ഒരു സമയം നമുക്ക് വേണ്ടി എപ്പോഴും മാറ്റിവെക്കുക. ആ സമയം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും വേണം. എൻജോയ് ചെയ്യാനാണെങ്കിൽ എൻജോയ് ചെയ്യാം, നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണെങ്കിൽ ചിന്തിക്കാം, നമ്മുടെ മനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാം, നമ്മളെ ഉൾക്കണ്ണിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് നോക്കാൻ നമുക്കൊരവസരം, നമുക്ക് നമ്മളെ അറിയാനൊരു സമയം. അത് ഏകാന്തതയാണ് നല്ലത്, ഒറ്റയ്ക്ക്.